ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പൊ ഇന്നെന്താ പരിപാടി? ഗെയിമിലോട്ട് പോവാം. എന്താ ഗെയിം? ബിരിയാണി ഈറ്റിംഗ് ചലഞ്ച്. ഓക്കെ, അപ്പൊ ഇവിടെ ബിരിയാണി വെച്ചിട്ടുണ്ട്. അപ്പൊ ഏറ്റവും കുറഞ്ഞ സമയത്തിനുള്ളിൽ ബിരിയാണി കംപ്ലീറ്റ് കഴിച്ചു തീർക്കുന്ന ആളായിരിക്കും വിന്നർ. വിന്നർക്ക് എന്താ ഗിഫ്റ്റ്? വിന്നർക്ക് ഒരു സർപ്രൈസ് ഗിഫ്റ്റും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അമ്പാനെ. അപ്പൊ നമുക്ക് ഗെയിമിലേക്ക് പോയാലോ? ഓക്കെ, അപ്പൊ 3 ഫുൾ ബിരിയാണി. നമുക്ക് ഗെയിം തുടങ്ങാം. അപ്പൊ 3 പേർക്കും ഓരോ ഫുൾ ബിരിയാണി ഉണ്ട്. ഇവിടെ കച്ചമ്പറി ഇരിപ്പുണ്ട്, അച്ചാറുണ്ട്. അപ്പൊ സൈഡ് ആവശ്യമുള്ളവർക്ക് അത് എടുക്കാം. ഗെയിം ആരംഭിക്കലാമാ? ആരംഭിക്കണം. ടൈമർ സെറ്റ് ചെയ്യാം ആദ്യം. ടൈം സെറ്റ് സ്റ്റാർട്ട്. വെള്ളം വേണ്ട വരുവാ? മുളകല ദൈവമേ, ഇതിനകത്ത് നാരങ്ങ ഇട്ടിട്ടുണ്ട്. ഇതൊക്കെ തിന്നേണ്ടി വരുമോ? ധന്യ പതുക്കെ മതിയേ. എനിക്കിത് പണി തരാനല്ല. എന്നാ ഗിഫ്റ്റ് എനിക്ക് എടുക്കാൻ പറ്റുമോ നോക്കട്ടെ ഞാൻ. കറുവപ്പട്ടയൊക്കെ വായി പോന്നെ. കറുവാപ്പട്ടയും ഗ്രാമ്പൊക്കെ ബാക്കി വെച്ചു എന്ന് പറഞ്ഞ് തോറ്റോന്ന് പറഞ്ഞേക്കരുത്. ഇതൊന്നും സൗണ്ടൊന്നും വരുന്നില്ലല്ലോ. ഭക്ഷണത്തിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുക. സംസാരിച്ചാല് പുറകോട്ടായി പോകുന്ന പേടി. 10 മിനിറ്റിൽ ബിരിയാണി തിന്ന് രഞ്ജിത്ത് ചരിത്രം സൃഷ്ടിക്കുന്നതാണ്. ആ പ്ലേറ്റിൽ തല നോക്കി വെക്കണം. വെള്ളം വെക്കാറ് ആദ്യം ഞാൻ എടുക്കുന്നത് മൊത്തം പീസാവും. ഒരു ഫുൾ ബിരിയാണിക്ക് 2 പീസല്ലേ ഉള്ളൂ. 3 കഴിച്ച സ്നേഹം കൊണ്ട് അങ്ങനെ കുറച്ച് തടി വെക്കണ്ടെന്ന് വിചാരിച്ചിട്ടുണ്ടോ? ഗിഫ്റ്റ് എന്നാ അറിയോ? സർപ്രൈസാ. ഗിഫ്റ്റ് സർപ്രൈസാ. എന്താന്ന് അറിയണേ, വേഗം കഴിച്ചോ. സൈഡാക്കി തീരാനാക്കി. പൈസ നീ ഇത് വാരി മെഴുകുവാണോടാ? ചവയ്ക്കുന്നൊന്നുമില്ലേ? പെയിന്റിന് വെള്ളം വേണോ? വെറുതെ അല്ലാവും വെള്ളം വെക്കണ്ടെന്ന് പറഞ്ഞല്ലേ? ഒരു ഗ്യാപ്പിടില്ല. രഞ്ജിത്തിന്റെ അനക്കവേ ഇല്ല. ഫുഡ് മുമ്പിൽ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്ക് മത്സരമാണേ. പറ്റുന്നില്ല. ഇറങ്ങണ്ടേ? ഒന്ന് ചവയ്ക്കാതെ ഇറക്കാൻ പറ്റുമോ? ഞാനാണല്ലോ ഏറ്റവും പറയല്. അയ്യോ, ഇറങ്ങുന്നില്ല. ഈശ്വരാ,
ഇത് ഗിഫ്റ്റ് കുട്ടപ്പായി കൊണ്ടുവന്ന ലക്ഷണം തന്നെയുണ്ട്. പയ്യത്തിനുണ്ടോ? ഗിഫ്റ്റ് നിനക്കെന്നെ. തീരുന്നില്ലേ? നാരങ്ങ കടിച്ചോ? അത് മുളകാ. കൈ കുറച്ചേരം പിടിച്ചല്ലോ. അതന്നെ തീരാനേ. എല്ലെങ്കിലും ബാക്കി വെച്ചേക്കണേ. ഒരു തരി പോലും മിച്ച മക്കളെ. ആരോട് പറയുന്നു? ഇതിന് കൂട്ടി നമ്മളെ പറഞ്ഞാൽ മതിട്ടോ. സത്യം. ഇതിങ്ങൾ ഇവരാരും സൈഡ് പോലും എടുക്കാതെയാ കഴിക്കുന്നത്. എന്റെ തീർന്നേ വാശിയേറിയ മത്സരമാണ്. ഏതായാലും അവൻ ജയിച്ചു. ഇനിയിപ്പം വെള്ളം കഴിക്കാതെ തീരുമാനമാക്കി കേട്ടോ. സെക്കൻഡിന് വേണ്ടി നിൽക്ക്. സെക്കൻഡ് ആയില്ല. ഇറങ്ങുന്നില്ല ഇപ്പൊ. മുട്ട വേണം. ഞാനും എഴുന്നേക്കുക. ചിക്കൻ വിഴുങ്ങിയോ ചവയ്ക്കാതെ? ഒരു സംശയം. റൈസെല്ലാം ബാക്കിയിരിക്കുന്നു. അതെല്ലാം എനിക്ക് പോകുന്നില്ല കേട്ടോ. ഞാൻ നിർത്തുവാ. ഇരിക്കുന്നില്ല. ഇരിക്കുന്നു. അത് പച്ചമുളക് കടിച്ചോണ്ടായിരിക്കും. ബാക്കി എന്ത് ചോറ് എവിടെയാണ് അതെല്ലാം ബാക്കി. ഒരു മണിച്ചോറ് കാണിച്ചേ. കറുവാപ്പട്ടേന്ന് വരെ ചോറ് പറയുന്നത്. നമ്മള് രണ്ടും സെക്കൻഡ് പ്രൈസ് ഞങ്ങൾ രണ്ടും കൂടെ ഷെയർ ഇട്ട് മേടിച്ചോളാം. ടൈം നോക്കിയേ. 7 മിനിറ്റ് 37 സെക്കൻഡ്. കൂടുതലാ. കൂടുതൽ സമയം എടുത്തു. അവിടെല്ലാം അരിയുണ്ട്. അത് പറ്റത്തില്ല. അതെല്ലാം തീർക്ക്. ഒരു അരി പോലും വേസ്റ്റ് ചെയ്യാൻ പാടില്ല. ഓക്കെ. അപ്പം 7 മിനിറ്റ് 37 സെക്കൻഡ് കൊണ്ട് ബിരിയാണി പാത്രം കാലിയാക്കി നമ്മുടെ അപ്പൊ രഞ്ജിത്തിനുള്ള ഗിഫ്റ്റ് ആണിത്. നമുക്ക് ഗിഫ്റ്റ് കൊടുത്തേക്കാം. കൊടുത്തേക്കാം. മത്സരങ്ങളൊക്കെ ഉണ്ടാവോ? ഇനി ഫുഡ് ഈറ്റിംഗ് ചലഞ്ചിന്. അപ്പൊ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ അടുത്ത വീഡിയോയുമായി വരുന്നവരെ ബൈ.